സെന്റ് ഗീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ബാജ SI ഇന്ത്യ ദ്വിദിന ഫിസിക്കൽ വർക്ക്ഷോപ്പ് സമാപിച്ചു. ഓട്ടോമോട്ടീവ് എഞ്ചിനീയർമാരുടെ ആഗോള സംഘടനയായ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സും സെന്റ് ഗീസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗവും സംയുക്തമായാണ് ബാജ SI ഇന്ത്യ ഫിസിക്കൽ ഡിസൈൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹെഡ് ഹരികൃഷ്ണൻ VR ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയതല എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ വാഹന രൂപകൽപ്പന മത്സരമാണ് ബാജ SI ഇന്ത്യ. വിദ്യാർത്ഥികൾക്ക് വാഹന എഞ്ചിനീയറിംഗിൽ പ്രായോഗിക പരിചയം നൽകുകയും ഡിസൈൻ, നിർമ്മാണം, പരീക്ഷണം എന്നീ മേഖലകളിൽ കഴിവ് വികസിപ്പിക്കുകയുമാണ് ലക്ഷ്യം. പങ്കെടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ടീമുകൾ ചേർന്ന് ഓഫ് റോഡ് ബഗ്ഗി വാഹനം രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നു. മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന ഫിസിക്കൽ വർക്ക്ഷോപ്പാണ് സെന്റ് ഗീറ്റ്സിൽ നടന്നത്. ബാജ SI ഇന്ത്യ ചെയർമാൻ ബൽരാജ് സുബ്രഹ്മണ്യം, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും നാംഡക് ഓട്ടോമോട്ടീവ് സ്കൂൾ ഡയറക്ടറുമായ ഡോക്ടർ KC വോറ, ബാജ ചീഫ് ജഡ്ജും ഫോഴ്സ് മോട്ടോഴ്സിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിനയ് മുണ്ടട, കാർ ഡിസൈനർമാരായ പിനിൻഫെലിനയുടെ കണക്റ്റഡ് കോക്പിറ്റ് ഹെഡ് നിതീഷ് സുന്ദരേശൻ തുടങ്ങിയവർ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സെന്റ് ഗീസ് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ റീബു സക്രിയ കോച്ചി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി ഡോക്ടർ ചെറിയാൻ പോൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു. കേരളത്തിന് പുറമെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിവിധ കോളേജുകളിൽ നിന്നും 300-ലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ശില്പശാല നടക്കുന്നതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അസിസ്റ്റന്റ് പ്രൊഫസർ ബിബിൻ വർക്കി, അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺ K വർഗീസ് എന്നിവർ അറിയിച്ചു.